ഈ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ കൂട്ടിയേ അടങ്ങൂ എന്ന രീതിയിൽ തന്നെയാണോ തമിഴ്നാട് സർക്കാർ? അത് അവിടുത്തെ ജനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ജനങ്ങളെ അങ്ങ് സംരക്ഷിച്ചോളാൻ വയ്യ? അതിപ്പോൾ അത് അവിടെ ഒരു വികാരമാണ് മുല്ലപ്പെരിയാർ. അതിൻ്റെ കാരണം തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ മനസ്സിലാക്കണം. വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമവും അല്ലെങ്കിൽ കൃഷി വലിയ രീതിയിൽ നടക്കുന്ന, അവിടെ വെള്ളത്തിൻ്റെ പ്രതിസന്ധി ഉള്ള ഒരു മേഖലയാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ നിഴൽ മേഖലയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ അതുള്ളത് കൊണ്ട്, പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ട് നമുക്കിവിടെ സുലഭമായി മഴ കിട്ടുന്നു. അപ്പുറത്ത് ആ മഴ അത്ര ഇല്ല, വരണ്ടുണങ്ങി കിടക്കുന്ന വളരെയധികം പ്രദേശമുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാവേരി നദീജല തർക്കമാണെങ്കിലും ശരി, മുല്ലപ്പെരിയാർ ആണെങ്കിലും ശരി, വൈകാരിക പ്രശ്നമാണ്. അതിൽ കടുകിട വ്യത്യാസത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു ഏതെങ്കിലും ഭരണാധികാരി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ജനരോഷം നേരിടേണ്ടി വരും. രണ്ട് വശത്തും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് പുതിയ രാഷ്ട്രീയ കക്ഷിയാണ് TVK. അതെ, അവർ പോലും ഈ കാര്യത്തിൽ ADMK ആണെങ്കിലും ശരി, DMK ആണെങ്കിലും ശരി പിന്തുടർന്ന അതേ പാതയിൽ തന്നെയാണ്. ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിനും ഇല്ല. ഇപ്പം നിലവിൽ 142 അടിയാണ് അതിൻ്റെ ജലനിരപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് സുപ്രീം കോടതി വിധിപ്രകാരം ഉള്ള സംഗതിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വർധനവ് വരുത്തണമെങ്കിൽ സുപ്രീം കോടതിക്കേ പറ്റുള്ളൂ. അതിൽ കേരള സർക്കാരിനും പറ്റില്ല, തമിഴ്നാട് സർക്കാരിനും പറ്റില്ല. അപ്പോൾ അവർ ഏകപക്ഷീയമായിട്ട് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ചില ട്രൈബ്യൂണലുകളുടെ വിധി ഉണ്ടായിരുന്നു, ചില സാങ്കേതിക സമിതികളുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വെറും അവകാശവാദം മാത്രമാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് സുപ്രീം കോടതിയുടെ കയ്യിലാണുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി 2006 നിർണായകമായൊരു വിധി പറഞ്ഞിട്ടാണ് ഈ ജലനിരപ്പ് കേരള സംസ്ഥാന സർക്കാർ 136 ആയിരുന്നത് 142 ആയത് ആ സമയത്താണ്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ആ വിധി ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് വിജയുടെ ഒരു എന്താ പറയുക, ഒരു ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്നതിനപ്പുറം അത് നടപ്പാക്കാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ല പ്രേമ, ഇത് 999 വർഷത്തെ കരാറാണ്. 1886 ഒക്ടോബർ 29 തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം 8000 ഏക്കർ ഭൂമിയാണ് പാട്ടത്തിന് നൽകിയത്. അങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത്. അതായത് 999 വർഷത്തെ പാട്ടക്കരാറാണ്. അല്ല, ഇതിൽ അന്ന് പാട്ടക്കരാർ പ്രകാരം 1 ഏക്കറിന് 5 രൂപ. പിന്നീട് ഇത് കരാർ പുതുക്കിയ ഒരു ചരിത്രമുണ്ട്. അത് അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് 70. അപ്പൊ അത് പ്രകാരം ഈ പാട്ടക്കരാറ് ഏക്കറിന് 30 രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചു. അതിന് പിന്നെ ഇതിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിൽ നിന്ന് തമിഴ്നാട് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയ ഒരു വിഹിതം കേരളത്തിന്, എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു ഒരു തുക കേരളത്തിനും തരണം, ടാക്സ് പോലെ. ഇത് രണ്ടുമാണ് ഭേദഗതി ഉണ്ടായത്. ഈ 999 വർഷത്തെ ഈ വ്യവസ്ഥ അന്നും തിരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിലങ്ങുതടി. പക്ഷേ തമിഴ്നാട് ഇപ്പോഴും പറയുന്നു ഈ ഡാം സേഫാണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് 1887 ഇതിന്റെ പണി ആരംഭിക്കുന്നത്. എന്നിട്ട് 1895 നിർമ്മാണം ഇത് പൂർത്തിയാകുന്നത്. ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ്, മേജർ ജോൺ പെനിക്വിക് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന് നേതൃത്വം നൽകിയത്. കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന പെരിയാർ നദിയിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ച് തമിഴ്നാട്ടിലെ മധുര ഉൾപ്പെടെയുള്ള വരണ്ട പ്രദേശങ്ങളിലേക്ക് ജലസേചനത്തിനായി എത്തിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. അത് തന്നെയാണ്. അതായത് പെരിയാർ എന്ന് പറയുന്നത് നദി സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് ഒഴുകുന്ന, നമ്മുടെ അറബിക്കടലിൽ വന്ന് ചേരേണ്ട വെള്ളമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾക്കപ്പുറം നിൽക്കുന്നതാണ് തമിഴ്നാട്. അപ്പം മല തുരന്ന് ഇങ്ങോട്ടൊഴുകേണ്ട വെള്ളം അങ്ങോട്ട് വഴിതിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മലയുടെ മുകളിൽ എത്തിച്ചിട്ട് അവിടുന്ന് പിന്നെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു 1600 മീറ്റർ, ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം തന്നെ ഇതിനു വേണ്ടി, ഈ വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 5 ഗ്രാമങ്ങൾ, അതും കൃഷി അധിഷ്ഠിത ഗ്രാമങ്ങൾ പറയുകയാണെങ്കിൽ തേനി, മധുര, ശിവഗംഗ, രാമനാഥപുരം അടക്കമുള്ള പ്രദേശങ്ങൾ, അവിടെ വെള്ളം എത്തിക്കുന്നതിൻ്റെ പ്രധാന ചുമതല ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡാം നിലനിൽക്കുന്നത് കേരളത്തിലാണെങ്കിലും അതിൻ്റെ പരിപാലനവും അതിൻ്റെ ഭരണ നിർവഹണ ചുമതലയും എല്ലാം തമിഴ്നാടിനാണ്. ഇനി ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുക, ഈ ഡാം തകർന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്വം തമിഴ്നാട് സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമാണ്. ആ ഡാം നിൽക്കുന്നത് കേരളത്തിലാണ്. അതിൻ്റെ ആഘാതം നേരിടാൻ പോകുന്നത്
നമ്മുടെ 5 ജില്ലകൾ, അതെ. തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം അടക്കമുള്ള ജില്ലകളാണെങ്കിലും അതിൻ്റെ ഉത്തരവാദികളായി വരുന്നത് തമിഴ്നാടായിരിക്കും. ഇനി തമിഴ്നാട് നിരന്തരം വാദിക്കുന്നുണ്ട് ഈ ഡാം സേഫാണ്. അങ്ങനെ പറയാനായിട്ട് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഡാം സുരക്ഷാ അതോറിറ്റി അതൊന്നുമല്ല. കാരണം ഈ 999 വർഷത്തേക്ക് ഒരു കരാർ എഴുതണമെങ്കിൽ ഈ എഴുതിയ ആള് അത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് വെള്ളം ആണല്ലോ അതല്ല ചേട്ടാ, ഈ 999 വർഷം ഈ കരാർ നിലനിൽക്കണമെങ്കിൽ ഡാം അവിടെ വേണ്ടേ? അതെ, ഡാം വേണം. ഡാം ഉണ്ടെങ്കിലേ കരാർ നിൽക്കുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ എഴുതണമെങ്കിൽ ഇത് നിർമ്മിച്ച ആൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനെ സംബന്ധിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ആകെ നമ്മുടെ ഇതിലുള്ള ഒരു ഡൗട്ട് ഇതിന്റെ നിർമ്മാണ സാമഗ്രിയെ സംബന്ധിച്ചാണ്. സുർക്കി മിശ്രിതം അത് ഇത്രയും കാലം അതിജീവിക്കുമോ ഇല്ലയോ, അതിൽ നമുക്ക് 2 വാദമുണ്ട്. സത്യമാണ്. നമുക്ക് ചില യൂട്യൂബ് ദൃശ്യങ്ങൾ ഇപ്പോഴും പരിധിയാൽ കാണാം മുല്ലപ്പെരിയാറിൽ ചോർച്ച സംബന്ധിച്ച്. പക്ഷെ അത് അനുവദനീയമായ ചോർച്ചയാണെന്നാണ് വിദഗ്ധ സമിതി പറയുന്നത്. പിന്നെ ഇതിന്റെ നിർമ്മാണ രീതി, അതാണ് ഏറ്റവും പ്രധാനമായത്. ഇത് ഒരു ഗ്രാവിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡാമാണ്. അതായത് നമ്മുടെ ഗുരുത്വാകർഷണമാണ് ഇതിന്റെ ഏറ്റവും വലിയ പിടിവള്ളി. അതായത് നമ്മുടെ ഒരു ത്രികോണം ഇരിക്കില്ലേ, ത്രികോണത്തിന്റെ താഴെ ഭാഗമാണല്ലോ വീതി കൂടുതൽ. അതെ. അപ്പൊ ഇതേപോലെയാണ് ഈ ഡാം നിർമ്മിച്ചു വെച്ചേക്കുന്നത്. മേളിൽ വീതി കുറവാണെങ്കിലും താഴോട്ട് ചെല്ലും തോറും ഭീമാകാരമായ വലിപ്പമുണ്ട്. അപ്പൊ ഇതേ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടുക്കിയിലെ ചെറുതോണി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ കാലാവധി 300 വർഷമാണ് മിനിമം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേപോലെ ദീർഘകാലം നിലനിൽക്കും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഈ 999 വർഷം. അതിന്റെ സാങ്കത്യം നമുക്ക് സംശയമാണ്. എന്നിരുന്നാലും അത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു കരാർ എഴുതാൻ അവർക്ക് കൊടുത്തൊരു ആത്മവിശ്വാസം ഈ ഗ്രാവിറ്റി ഡാം എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഡാമിന്റെ ഭാരം തന്നെ ഈ വെള്ളത്തെ തടുത്തു നിർത്തും. കൂടാതെ തമിഴ്നാട് ഈ ജലനിരപ്പ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപായിട്ട് അതിലെ ബലപ്പെടുത്തൽ പരിപാടികളും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ആ ഡാമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഈ ഇരുമ്പ് വയറുകൾ കണക്ട് ചെയ്ത്, അതായത് ഇതിന്റെ താഴെ നല്ല പാറ ഉണ്ടാകണമെന്നാണ്. ആ പാറയുടെ മേളിലെ എത്രയും ഭാരമുള്ള ഒരു ഡാമിനെ താങ്ങാൻ അത്ര ശക്തമായ പാറ താഴെ വേണം. അപ്പൊ ആ പാറയിലേക്ക് ഇരുമ്പ് ബന്ധിപ്പിച്ചു. കൂടാതെ ഇതിന്റെ മുൻഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു കോൺക്രീറ്റും ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ പറയുന്നത് ഈ ഡാം സേഫാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ടല്ലോ. ഏതാണ്ട് 650 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു പ്രദേശമാണ് ഇതിന്റെ വൃഷ്ടിപ്രദേശം. അപ്പൊ അവിടെ ഒരു ചെറിയൊരു മഴ ഉണ്ടായാൽ പോലും ഈ ഡാം പെട്ടെന്ന് നിറയും. അപ്പോൾ ഒരു കാലവർഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ നിരന്തരമായി ഈ നിലവിൽ 142 അടിയാണെങ്കിൽ അത് 152 ആക്കണമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു വൃഷ്ടിപ്രദേശത്തിന്റെ വെള്ളം ഉൾക്കൊള്ളാൻ ഈ 142 അടി മതിയാകില്ല എന്നാണ് തമിഴ്നാട് കാണുന്നത്. വെള്ളം അത്രയും പൊങ്ങണം എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ഏരിയയുടെ വെള്ളം സംഭരിക്കണമെങ്കിൽ 152 അടി മാക്സിമം അത്രയിലേക്ക് എത്തിക്കണം. അവിടെയാണ് നമ്മൾ ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പേടിയാണ് നമുക്കുള്ളത്. അതെ. അപ്പൊ ഈ ഇപ്പൊ നിലവില് ഈ 142 അടി അത് നിജപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അപ്രഖ്യാപിതമായി വെള്ളം തുറന്നു വിടുന്നു എന്നുള്ളതാണ് നമ്മുടെ ആക്ഷേപം. അപ്പൊ അത് മൂലമുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റേ സ്റ്റാലിൻ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം അക്കാര്യത്തിൽ മാത്രം നമുക്കൊരു ഉറപ്പ് തന്നിരുന്നു, ഇവിടുന്ന് വെള്ളം തുറന്നു വിടുന്നത് സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നമുക്ക് തരും എന്നുള്ളത്. പക്ഷെ അദ്ദേഹവും ഈ നിലപാടിൽ, നമ്മളിപ്പോ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം, അതെ, 2006 മുതൽ നമ്മൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ്. പുതിയൊരു ഡാം നിർമ്മിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള ഡാമിൽ നിന്ന് ഏതാണ്ട് 360 സംതിങ് മീറ്റർ മാറി കഷ്ടിച്ച് ഒരു 1/2 കിലോമീറ്റർ അടുത്ത് ഉള്ളൊരു ദൂരത്താണ് പുതിയ ഡാം. അപ്പം അത് പെരിയാർ ടൈഗർ റിസർവിൽ ഉള്ള സ്ഥലമാണ്. അതിന് കേന്ദ്ര പാരിസ്ഥിതിക അനുമതി വേണം. നമ്മൾ ആ നടപടിയുമായിട്ടൊക്കെ വളരെ മുന്നോട്ട് പോയി. അതിൻ്റെ പൂർണ്ണമായ നിർമ്മാണ ചെലവ് ഏതാണ്ട് 1400 കോടി രൂപയാണ് ഇപ്പോൾ ഏകദേശം കണക്കാക്കുന്നത്. ആ നിർമ്മാണ ചെലവ് പൂർണ്ണമായിട്ട് കേരളം വഹിക്കാമെന്നും പറയുന്നു. എന്നിട്ട് പോലും തമിഴ്നാട് ആ ഓഫർ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ 999 വർഷത്തേക്ക്
ഈ ഡാമിന്റെ സകലമാന സ്ഥാവര ജംഗമ വസ്തുക്കൾ നമ്മൾ തമിഴ്നാടിനെ ഏൽപ്പിച്ചേക്കുക. അതിന്റെ 130 കൊല്ലം കഴിഞ്ഞു കേട്ടോ. അതെ, ഈ 900, അതായത് തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക, ഉടമസ്ഥാവകാശം പോലെയാണ്. അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് പ്രധാന ആശങ്ക. ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചോദിച്ചോട്ടെ. ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രേമിന്റെ വീട്ടിലെ പരേഡത്തിൽ ഉള്ള കിണർ, ആ കിണർ പ്രേമിന്റെ കിണറാണ്. അതിലെ വെള്ളം ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നതല്ലേ ഉള്ളൂ. അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാ? അതിരിക്കുന്ന സ്ഥലം പ്രേമിന്റെ വീട്ടിലല്ലേ? അല്ല, ഇത് സാങ്കേതികമായി ഇത് ശരി തന്നെയാണ്. തിരുവിതാംകൂർ രാജാവ്. പക്ഷേ നമ്മൾ ഈ അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു കരാറിന്റെ സാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തതാണ് കേരള സർക്കാർ. ഇതിപ്പോ ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടല്ലോ, അതിന്റെ കീഴിൽ പുതിയൊരു കരാർ ആണല്ലോ വേണ്ടത്. പക്ഷെ സുപ്രീം കോടതി അതിൽ ആ കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. പുതിയൊരു കരാറിന്റെ കാര്യത്തിൽ യാതൊരു ഇതും പറഞ്ഞിട്ടില്ല. നിലവില് ആ ഡാമിന്റെ സുരക്ഷയെ കുറിച്ച് മാത്രമാണ് സുപ്രീം കോടതി ആശങ്കയുള്ളത്. വെള്ളം ആവശ്യത്തിലധികം കെട്ടി നിൽക്കുമ്പോൾ എന്ത് വന്നാലും പ്രശ്നം ഉണ്ടാവും, അത് ഉറപ്പല്ല. അല്ല, ഇനിയിപ്പോ ഒരു സാധ്യത, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു ആശങ്ക ഈ ഡാം തകരുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. മഴക്കാലത്താണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. കാരണം ഇതിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറഞ്ഞാൽ 15 TMC വെള്ളമാണ്. ഈ മഴക്കാലത്ത് ഏകദേശം അത്രയും ഉണ്ടെന്ന് കരുതുക. ഈ 152 അടി എത്തിച്ചാലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ തൊട്ട് താഴെ ഏതാണ്ട് 36 കിലോമീറ്ററോളം താഴെയാണ് നമ്മുടെ ഇടുക്കി ചെറുതോണി അണക്കെട്ട് ഉള്ളത്. ഇത് വേനൽക്കാലത്താണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും കേടുപാട് പറ്റുന്നതെങ്കിൽ ചെറുതോണി അണക്കെട്ട് ധാരാളം മതിയാകും, ആ വെള്ളം തടഞ്ഞു നിർത്തും. പക്ഷേ വർഷകാലത്താണെങ്കിൽ ചെറുതോണി അണക്കെട്ടിന്റെ ഏകദേശം 80% വരെയെങ്കിലും ആ സമയത്ത് വെള്ളം ഉണ്ടാവും. ചിലപ്പോൾ ചെറുതോണിയിലെ വെള്ളം നമ്മൾ കുറയ്ക്കണം. അല്ല, ഇത് ഈ ഒരു സുനാമി തിരമാല അടിച്ചു വരുന്നത് പോലെയായിരിക്കും ഇത് വരിക. കാരണം ഡാം തകർന്നാൽ ആ വെള്ളം മാത്രമല്ല വരിക, ആ വരുന്ന വഴിയിൽ ഉള്ള മരങ്ങള്, നിർമ്മിതികള്, വലിയ പാറകൾ അടക്ക ഒഴുക്കിയായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. വെള്ളത്തിന്റെ മാത്രം ഒഴുക്കായിരിക്കും. അപ്പൊ അതിനെ തടഞ്ഞു നിർത്താൻ നമ്മുടെ ചെറുതോണി അണക്കെട്ടിന്, ഇടുക്കി അണക്കെട്ടിന് സാധിക്കുമോ ഇല്ലയോ, അവിടെയാണ് ഈ ചോദ്യം. ഇനി തടഞ്ഞു നിർത്തിയാൽ തന്നെ അത് ഓവർഫ്ലോ ചെയ്തു വരാനും സാധ്യതയുണ്ട്. കാരണം ഈ വർഷകാലത്താണെങ്കിൽ ചെറുതോണി അണക്കെട്ടിന്റെ ഏതാണ്ട് 85% വരെയെങ്കിലും വെള്ളമുള്ള സമയത്താണ് ഈ വെള്ളം ഒഴുകി വരുന്നതെങ്കിൽ ആ ഡാമിന്റെ ഷട്ടറുകൾക്കും മുകളിലൂടെ ഈ വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഇങ്ങ് പോരും. അതുപോലും നമുക്ക് ഭീഷണിയാണ്. അങ്ങനെ സംഭവിച്ചാൽ പോലും ഇടുക്കി ഡാം സേഫ് ആയിരിക്കുമ്പോൾ തന്നെയും അതും ഒരു ഭീഷണിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ അവസ്ഥയെക്കുറിച്ചും അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെക്കുറിച്ച് നമുക്ക് ആശങ്കയുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഈ തമിഴ് രാഷ്ട്രീയത്തിൽ വോട്ട് ബാങ്ക് അവിടെ ലക്ഷ്യം. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. കാരണം ഈ തേനി, മധുര, ശിവഗംഗ, രാമനാഥപുരം ഇതൊക്കെ ഒരു കാർഷിക അധിഷ്ഠിത ഗ്രാമങ്ങളാണ്. അവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവർ കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് അവിടുത്തെ കുടിവെള്ളവും കൃഷിയും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയൊരു കച്ചിത്തുരുമ്പ് അനങ്ങിയാൽ പോലും അവിടെ വലിയൊരു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവരൊരു സംഘടിത കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഇവരെ പിണക്കാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഭരണകർത്താക്കൾ തയ്യാറുമല്ല. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തി നിർത്തുക, അവരെ വിശ്വാസത്തിലെടുത്ത് നിർത്തുക എന്നുള്ളതാണ് ആവശ്യം. ഇനി ഇതേ സമയം തന്നെ 2006 ആണ് നിർണായകമായ സമരം നമ്മുടെ ഇവിടെ ചെറുതോണിയിൽ ഈ മുല്ലപ്പെരിയാറിൽ തുടങ്ങിയത്. അവിടെ ചപ്പാത്ത്, അവിടെ വലിയ സമരം പന്തൽ രൂപപ്പെട്ടതപ്പോഴാണ്. ആ സമയത്ത് ഉയർന്ന മുദ്രാവാക്യം എന്തായിരുന്നു? ജലബോംബ്, കേരളത്തെ കാത്തിരിക്കുന്ന ജലബോംബ് എന്നാണ്. 2006 ശേഷം കാലം ഇത്രയും കടന്നുപോയി. 2018 മഹാപ്രളയം അത് അതിജീവിച്ചു. ഇപ്പൊ തമിഴ്നാട് ഇതൊക്കെയാണ് ഉന്നയിക്കുന്ന വാദഗതികൾ. ഇത്രയും കാലമായിട്ടും ഒരു കുഴപ്പവുമില്ലല്ലോ. ഒരു 2018 അത്രയും വലിയൊരു പ്രളയവും ഇത് കടന്നുപോയി. അപ്പൊ ഇനി എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവരുടെ ആ സംശയത്തിനും അടിസ്ഥാനമുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു മിനിമം ഇത് വേണ്ടേ? അതെ, അല്ല, ഇതിൽ ശാശ്വതമായ പരിഹാരം പുതിയ ഡാം തന്നെയാണ്, നിസ്സംശയം പറയാം. ശാശ്വതമായ പരിഹാരം പുതിയ ഡാം തന്നെ. അല്ലെങ്കിൽ ഇതിലെ ഈ ഒഴുക്ക്, ഈ വെള്ളം മറ്റേതെങ്കിലും ഒരു ഡാമിലേക്ക് മാറ്റത്തക്ക രീതിയിൽ അത് സാധ്യമല്ലല്ലോ, ഒരിക്കലും സാധ്യമല്ല. ഇതില് ചെയ്യാവുന്ന സംഗതി ഇതിലെ വെള്ളം കുറേശ്ശെ ഒഴുക്കി കളയുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ ചെറുതോണി അണക്കെട്ടിൽ സംഭരിക്കാം. അത് ക്രമേണ ഉയർത്താം. പക്ഷെ ഒരു പരിധിക്കപ്പുറം പൂർണ്ണമായിട്ട് ആ വെള്ളം ഒഴുക്കി കളയുക അസാധ്യവുമാണ്. പക്ഷെ ചെയ്യാവുന്നൊരു സംഗതി
ഒരു പുതിയ ഡാം നിർമ്മിക്കുക തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഡാമിൽ ഇനി ഒന്നും ചെയ്യാനും കഴിയില്ല. അല്ല, ഈ പറയുന്ന പോലെ വെള്ളം ഒഴുക്കി കളയുക എന്നുള്ളൊരു ഇതിലോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ഈ നേരത്തെ പറഞ്ഞ ആ കാർഷിക മേഖല അല്ലെങ്കിൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നം എല്ലാം വലിയ ദുരിതത്തിലാവും. അപ്പോൾ വെള്ളം ഒഴുകി കളയുക എന്നുള്ളത് പ്രായോഗികമായി അത്ര ശരിയല്ല. ഒരു പുതിയ ഡാം കെട്ടുക, ഈ പറയുന്ന പോലെ പുതിയ ഡാം കെട്ടുക എന്ന് പറയുമ്പോൾ ഈ ഡാമിനെ വെച്ചുകൊണ്ട് ആ കാണുന്ന കെട്ടിൽ തന്നെ വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. അല്ല, നിലവിലെ ഡാമിൽ നിന്ന് ഏതാണ്ട് ഒരു 400 മീറ്ററോളം മാറി ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. അപ്പൊ അവിടെ ഡാം നിർമ്മിക്കുമ്പോൾ ഇതിവിടെ ഉണ്ടാവും. അത് നിർമ്മാണം ചെലവായിരിക്കില്ലേ? പിന്നെ അത് രണ്ട് സർക്കാരും കൂടെ അല്ല, അത് ഏറ്റവും ഒടുവിൽ ഇട്ട എസ്റ്റിമേറ്റ് പ്രകാരം ഏതാണ്ട് 1400 കോടി എങ്ങാണ്ടാണ്. അതിപ്പോ പുതിയ നിർമ്മാണ സാമഗ്രികളുടെ വിലയും കൂലിച്ചെലവും എല്ലാം വെച്ച് കൂട്ടുമ്പോൾ മിനിമം അതിന്റെ ഇരട്ടിയെങ്കിലും ആവും. അപ്പൊ കേരള സർക്കാർ കൊടുത്തിരുന്ന ഓഫർ നിങ്ങളൊന്നും അറിയണ്ട, ഞങ്ങളായിട്ട് തന്നെ ചെയ്തു കൊള്ളാം. പക്ഷെ അത് ശരിയല്ല. കാരണം ഇതൊരു ദേശീയ നിലവാരത്തിലുള്ള ഒരു സംഗതിയാണ്. കൈപ്പറ്റുന്ന അവരല്ലേ? അതെ. അപ്പൊ ഈ കാര്യത്തിൽ തമിഴ്നാടിനും പങ്കാളിത്തം ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ അവരുടെ വിഹിതവും തരണം. കേരളം മാത്രമായിട്ട് ഇതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പാക്കേണ്ട കാര്യമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ആശങ്ക അത് സുപ്രീം കോടതി ഇടപെടൽ ഒരു കീറാമുട്ടിയായി തന്നെ ഇങ്ങനെ. അതെ, സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് 142 അടിയിൽ ഇപ്പോൾ അവർ ഉറച്ചു നിൽക്കുന്നത്. അതില് സുപ്രീം കോടതി ഈ പറയുന്നത് പോലെ വിദഗ്ധ സമിതി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അടിയൊന്ന് കുറച്ച് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കുറച്ച് രക്ഷപ്പെട്ടു പോകാൻ. അല്ല, വിദഗ്ധ സമിതി പറഞ്ഞ് ഇത് സേഫ് ആണെന്ന് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രധാനമായ സംഗതിയാണ്. ഇനി ഏതായാലും ഇനി പുതിയൊരു സർക്കാർ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. അവരവരുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് ചോദ്യം ഇരിക്കുന്നത്. ഏതായാലും നമ്മുടെ ആശങ്ക അത് അടിസ്ഥാനമുള്ളതാണ്. അത് പ്രബലമാണ്. അത് കാര്യം ഇത്രയും വർഷം പഴകിയ 100-150 ഏതാണ്ട് 100 വർഷത്തിലധികം പഴകിയ ഒരു ഡാം, അതിന്റെ നിർമ്മാണ സാമഗ്രിയുടെ ഉറപ്പിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്, വിശ്വാസക്കുറവുണ്ട്. തമിഴ്നാട് എത്ര ആണയിട്ട് പറഞ്ഞാലും അത് ആണയിടൽ മാത്രമാണ്, വാസ്തവമാണ്. അപ്പൊ ആ ഒരു വേർതിരിവുണ്ടാവും. 130 കൊല്ലം കഴിഞ്ഞോളെന്നാ പറയുന്നത്. അതെ, എന്തൊക്കെയാണെങ്കിലും ശരി, നമുക്ക് ഇതിനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കും തമിഴ്നാടിനും ഗുണകരമാകില്ല. കാരണം ഈ ഡാമിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ പിന്നെ ഒരു ഡാം നിർമ്മിച്ചെടുക്കാൻ മിനിമം ഒരു 10 വർഷമെങ്കിലും വേണം. അല്ല, അതിന്റെ ചെലവ് വഹിച്ചോളാം എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാ? തമിഴ്നാട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ജനമൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അല്ല, അവര് വഹിച്ചോളാന്നല്ല, അതിന്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കും. ഉത്തരവാദിത്തം എന്ത് പറയാം? സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉത്തരവാദിത്തം? അതെ, എത്ര ജില്ലയാണ് പോണത്? അല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടെ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതില് തമിഴ്നാടിനെ വിശ്വാസത്തിലെടുക്കണം. അവരുടെ ആശങ്ക ഞങ്ങൾക്ക് ഇതിനു മേലുള്ള ഉടമസ്ഥാവകാശവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം കിട്ടുമോ എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യത്തിൽ രണ്ടു കൂട്ടരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു ധാരണ ഇതിൽ കേന്ദ്ര സർക്കാരിനും വലിയ റോള് വഹിക്കാനുണ്ട്. തീർച്ചയായിട്ടും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വിഷയം എന്ന രീതിയിൽ. പിന്നെ ഇക്കാര്യത്തിൽ നിലവിലുള്ള സുപ്രീം കോടതിയിലുള്ള കേസുകൾ രണ്ട് സർക്കാരും തമ്മിൽ അതിലൊരു ധാരണ എത്തേണ്ടതുണ്ട്. അപ്പോൾ പുതിയൊരു ഡാം നിർമ്മിക്കുക, അത് വേണമെങ്കിൽ ഒരു ടൂറിസം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി വലിയൊരു മനോഹരമായ നിർമ്മിതിയാക്കി മാറ്റിയൊക്കെ ചെയ്യാം. അത് പിന്നീടുള്ള കാര്യമാണ്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം തന്നെയാണ് അവസാനമായിട്ട് പറയാനുള്ളത്. തമിഴ്നാടിന് വെള്ളം, നമുക്ക് സുരക്ഷ. അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഇത്തരം അവിടെ അതെ, വിജയ് അവിടെ പ്രഖ്യാപനം നടത്തി, ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന്റെ രാഷ്ട്രീയ നേട്ടം മാത്രമാണ്.